ഹായ് ഫ്രണ്ട്സ്, സാപ്പിണ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന പ്രധാനപ്പെട്ട സിനിമകളും അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു ആനിമേഷൻ ഫാൻറ്റസി അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വിഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് മൂവിയാണ്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഫിയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഹോളിവുഡിൽ നിന്നുള്ളൊരു സിനിമയാണ്. അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. DC-യുടെ സൂപ്പർ ഹീറോ മൂവിയായിരുന്നു. ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ്, യൂട്യൂബ്, ആപ്പിൾ TV, ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. നമ്മുടെ ലാലേട്ടൻ്റെ ഈ അടുത്ത് റിലീസ് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ നേടിയ സിനിമയാണ് നേര് എന്ന് പറഞ്ഞ സിനിമ. ഒരു ഇമോഷണൽ കോർട്ടൂൺ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ 4 സിനിമകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ആഴ്ച പിന്നെ ഏതൊക്കെ സിനിമകളാണ് പ്രധാനപ്പെട്ട OTT റിലീസ് എന്നുള്ളത് നോക്കാം. 4 സിനിമകളാണ് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. ഒന്നാമത്തെ സിനിമ പിന്നെ നമ്മുടെ ഒരു ഹിന്ദി മൂവിയാണ്. സാം ബഹദൂർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വിക്കി കൗശലൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. C5 ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. റിപ്പബ്ലിക് ഡേ സ്പെഷ്യലായിട്ട് ജനുവരി മാസം 26-ാം തീയതി ഈ ആഴ്ച റിലീസ് ചെയ്യുന്നതാണ് ഈ ഒരു സിനിമ. C5-ൽ ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്തത് ഒരു കൊറിയൻ മൂവിയാണ്. നമ്മുടെ ഡോൺലി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ബാഡ്ലാൻഡ് ഹണ്ടേഴ്സ് എന്ന സിനിമ. പിന്നെ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. 26-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഞാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഡോൺലിയുടെ ബാഡ്ലാൻഡ് ഹണ്ടേഴ്സ് എന്ന ഈ ഒരു സിനിമ. എന്തായാലും വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് തമിഴ് നിന്നുള്ളൊരു സിനിമയാണ്. നമ്മുടെ ലോകേഷ് കനകരാജ് നിർമ്മിച്ച സിനിമയായിരുന്നു ഫൈറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ജനുവരി മാസം 27-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. കൂടാതെ സിംപ്ലി സൗത്തിലുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ടായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാം. അടുത്തത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എനിമൽ എന്ന് പറഞ്ഞ സിനിമ. ഒരുപാട് കാലമായി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. റിപ്പബ്ലിക് ഡേ സ്പെഷ്യലായിട്ട് ഈ ഒരു സിനിമയും ജനുവരി മാസം 26-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് വഴി. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം ഭാഷകളായിട്ടായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുക. മൾട്ടി ലാംഗ്വേജിലായിട്ടായിരിക്കും ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ വരാമെന്നുള്ള അപ്ഡേറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഈ ഒരാഴ്ച റിലീസ് ചെയ്യുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമകളായിട്ടുള്ളത്. ഇനി വേറെ അപ്ഡേറ്റുകൾ വരും അടുത്തടുത്ത ദിവസങ്ങളിൽ. ആ സമയത്ത് അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് അപ്ഡേറ്റുകൾ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ലിസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. കാണാത്തത് കണ്ടു നോക്കുക. കഴിഞ്ഞ ആഴ്ച ഏതൊക്കെ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അതിലൂടെ പ്രധാനപ്പെട്ട റിലീസുകൾ ഏതൊക്കെയെന്നുള്ളത് ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക്, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് അതിലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.